ലിസ് ബീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വീറ്റ് ആണ് സേമിയ പായസം. മിക്കവർക്കും സേമിയ പായസം ഉണ്ടാക്കാൻ അറിയാന്ന് വെച്ചാലും കുറെ പേർക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയില്ല. കുറെ പേർക്ക് അത് തിക്നെസ് കൂടി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ തിക്നെസ് കുറഞ്ഞു പോകും. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയിൽ നമുക്ക് സേമിയ പായസം ഇന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ രീതിയിലുള്ള സേമിയാണ്. നമ്മൾ പണ്ട് തൊട്ടേ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ നീളത്തിൽ അത്യാവശ്യം കനമുള്ള സേമിയാണ് കിട്ടുക. നമ്മളിപ്പോൾ പാക്കറ്റിൽ വെർമിസെല്ലി എന്ന് പറഞ്ഞ് വരുന്ന ആ സേമിയെക്കാട്ടും ഇതിനെക്കാട്ടും ടേസ്റ്റ് ആയിരിക്കും. അത് ഇത്തിരി തിന്നാണ്. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഇത്രയും കട്ടിയുള്ള ഇത് ഗോതമ്പിൻ്റെ ഇതാണ്, സ്റ്റിക്കാണ്. അപ്പം ഈ രീതിയിലുള്ള സേമിയ വേണം എടുക്കാൻ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം അല്ലെങ്കിൽ ഈ ഒരു അളവിൽ, നമ്മുടെ ഒരു കപ്പിൻ്റെ ഈ ഒരു അളവിൽ 2 കപ്പാണ് ഞാൻ സേമിയ. ഇത് പൊട്ടിച്ചിട്ടതാണ്. 200 ഗ്രാം സേമിയയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ പാല്. 1.5 ലിറ്റർ പാലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നേർപകുതി വെള്ളം എടുക്കണം. അപ്പം 3/4 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചാൽ ഇനി നമ്മൾ ഷുഗർ പായസത്തിൽ അത്യാവശ്യമാണല്ലോ. അപ്പോൾ 1.5 കപ്പ് ഷുഗറും പ്ലസ് ഒരു 3/4 കപ്പ് ഷുഗർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. മധുരം നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യാൻ വേണ്ടി 3/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് ഇതെടുത്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യത്തിന് കാഷ്യൂ, അതുപോലെ കിസ്മിസ് വേണം, ഒരു 10 ഏലക്കായ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി. അപ്പോൾ നമ്മൾ ഈ പാലിലേക്ക് 1.5 ലിറ്റർ പാലിലേക്ക് ഈ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം, അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ. തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാൻ ഞാൻ നെയ്യൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഒരു ഗോൾഡൻ കളർ ആവണ പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നെയ്യ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നെയ്യ് ഇടാണ്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. സേമിയ അത്യാവശ്യം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഒരു ഫോർക്ക് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കഴിഞ്ഞു. പാൽ അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഏലക്കായ ഒന്ന് തൊലി പൊളിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് നമുക്ക് അടിച്ചു കൊണ്ടുവരാം മിക്സിയിൽ. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് പൊന്തി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ സേമിയയും ആഡ് ചെയ്യണം. ഇനി നമ്മളിതിലേക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്യാം. അതിനൊപ്പം തന്നെ നമ്മൾ 1.5 കപ്പ് ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ആദ്യം ആഡ് ചെയ്യുക, എന്നിട്ട് നോക്കിയിട്ട് മാത്രം നമുക്ക് മറ്റേ ബാക്കിയുള്ള ഷുഗർ ആഡ് ചെയ്താൽ മതി. ഇതെന്തായാലും ഇത്ര അളവ് വേണം ഒരു മീഡിയം മധുരത്തിന്. നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് വേണ്ടി വരും ഈ സേമിയ കുക്കായി കിട്ടാൻ. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റൊക്കെ എടുക്കും ഈ സേമിയ കുക്കായിട്ട് വരാൻ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കാക്കി എടുക്കുക. അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതിലിരുന്ന് തിളച്ചു. അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ എൻ്റെ ഒരു ഇതിൽ മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ മധുരം ഞാൻ ഈ എടുത്തു വെച്ചേക്കണ ആ 3/4 കപ്പ് മധുരം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മധുരം കുറവ് ഇഷ്ടമുള്ളവർ ഈ ഒരു മധുരത്തുമ്പോൾ നിർത്താം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അരിപ്പൊടി ഒന്ന് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പാല്, ചൂട് പാല് ഇതിൽ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതൽ ഇത് പൊടി എടുക്കരുത്, ഇത്ര പൊടി ആവശ്യമുള്ളൂ. ഈ പൊടി കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ പൊടി എടുത്തു കഴിഞ്ഞാൽ പായസം അല്ലാണ്ട് കുറുകി പോവും. അപ്പോൾ ആകെ ഒരു ടേബിൾ സ്പൂൺ പൊടി മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു തിക്നെസ് വരും, എന്നാൽ പായസത്തിൻ്റെ ടേസ്റ്റിന് കുറവ് വരില്ല. അരിപ്പൊടിയും കലക്കി ഒഴിച്ചത് അതും ഒരു 2 മിനിറ്റ് കുക്കായപ്പോൾ അത്യാവശ്യം കട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിച്ച് വെച്ചില്ലേ, അത് പഞ്ചസാര കൂട്ടിയാണ് പൊടിച്ച് വെച്ചത്, അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം.
ഇനി ഒരു 2 മിനിറ്റ് ഇതിൽ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ആ ഉപ്പ് ആഡ് ചെയ്തിട്ടും അല്ലാണ്ടും ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ രുചി ചെറുതായിട്ടൊന്ന് കുറയണ പോലെയാണ്. അപ്പോൾ ഒരു നുള്ളു പോലും ഉപ്പ് ആഡ് ചെയ്യാണ്ട് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ചു നോക്ക്. നല്ല ടേസ്റ്റാണ്. 2 മിനിറ്റ് ഏലക്കായ പൊടിയൊക്കെ ഇട്ടിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് നെയ്യിൽ നമ്മുടെ നട്ട്സും കിസ്മിസൊക്കെ ഒന്ന് വറുത്തിടും. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്തിടാനുള്ള നെയ്യേ ആവശ്യമുള്ളൂ. ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കാം. നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നെയ്യോട് കൂടി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം. നിങ്ങൾക്കും ഇഷ്ടമാവുന്ന കരുതുന്നു. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്ത തവണ ഒരു ഉഗ്രൻ റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ.